ഇനി മലപ്പുറത്തേക്കാണ് വരുന്നത്. ഇലക്ഷൻ ഹീറ്റ്. മലപ്പുറം ലീഗിന്റെ കോട്ടയാണ്. ഏറെക്കുറെ മണ്ഡലങ്ങളിലെല്ലാം സിറ്റിംഗ് എംഎൽഎമാർ മുസ്ലിം ലീഗിൽ നിന്നുള്ളവർ തന്നെയാണ്. അവിടെ നിന്നും സുഹൈലാണ് വിശദാംശങ്ങൾ പങ്കുവെക്കാനുള്ളത്. സുഹൈല്, മലപ്പുറത്ത് നേരത്തെ തന്നെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു. CPM-നേക്കാളും ഇടത് സ്ഥാനാർത്ഥികളെക്കാൾ ഒരുപടി മുമ്പിൽ നിന്ന് തന്നെ പ്രചാരണം നേരത്തെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞതാണ്. ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ പോരാട്ട ചിത്രം എങ്ങനെയാണ് മലപ്പുറത്ത് നിന്ന് പങ്കുവെക്കാൻ ഉള്ളത്? സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങളുള്ള ജില്ലയാണ് മലപ്പുറം ജില്ല. മലപ്പുറം ജില്ലയിലെ 16 മണ്ഡലങ്ങളിലും പ്രമുഖ സ്ഥാനാർത്ഥികൾ ആയിക്കഴിഞ്ഞു. അതോടുകൂടി പ്രചാരണ രംഗം സജീവമാവുകയാണ്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ UDF-ന് എല്ലാ കാലഘട്ടത്തിലും ഏറ്റവും കൂടുതൽ MLA-മാരെ നേടിക്കൊടുക്കുന്ന ജില്ലയാണ് മലപ്പുറം ജില്ല. അതുകൊണ്ട് തന്നെ ആ ചരിത്രം ആവർത്തിക്കാൻ UDF ക്യാമ്പ് ഒരുങ്ങുകയാണ്. UDF-നെ സംബന്ധിച്ചിടത്തോളം 16 മണ്ഡലങ്ങളിൽ 12 ഇടങ്ങളിലും മത്സരിക്കുന്ന മുസ്ലിം ലീഗ് ആഴ്ചകൾക്ക് മുമ്പ് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് കളത്തിലിറങ്ങിക്കഴിഞ്ഞു. കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ കൂടി ആയതോടുകൂടി UDF അതിൻ്റെ പ്രചാരണം സജീവമാക്കുകയാണ്. LDF-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സ്വതന്ത്രരെ ഇറക്കിയാണ് UDF-ന്റെ കോട്ട തകർക്കാൻ വേണ്ടി LDF ഒരുങ്ങുന്നത്. മിക്കയിടങ്ങളിലും സ്വതന്ത്രരെയാണ് LDF നിർത്തിയിരിക്കുന്നത്. ഇവിടെ മലപ്പുറം ജില്ലയിൽ ഈ വർഷം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ആവേശകരമായ പോരാട്ടം നടക്കുന്നത് 2 മണ്ഡലങ്ങളിലാണ്. ഏറ്റവും പ്രധാനമായി ഒന്ന് താനൂരിലാണ്. താനൂരിൽ മുസ്ലിം ലീഗിന്റെ അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ നേരിടാൻ സ്വതന്ത്രനെ ഇറക്കിയിരിക്കുന്നു. വി അബ്ദുറഹ്മാനും അബ്ദുറഹ്മാൻ രണ്ടത്താണിയും തമ്മിലുള്ള വാശിയേറിയ ഒരു പോരാട്ടത്തിന് താനൂർ മണ്ഡലം സാക്ഷിയാകുന്നു. മറ്റൊരു മണ്ഡലം നിലമ്പൂർ മണ്ഡലമാണ്. കാലങ്ങളായി നിലമ്പൂർ മണ്ഡലത്തിന്റെ ആധിപത്യം ഉറപ്പിച്ച മന്ത്രി ആര്യാടൻ മുഹമ്മദ് ഇക്കുറി മാറി നിൽക്കുന്നു. മകൻ ആര്യാടൻ ഷൗക്കത്ത് UDF സ്ഥാനാർത്ഥിയായി രംഗത്ത് വരുന്നു. അദ്ദേഹത്തെ നേരിടാൻ സ്വതന്ത്രനായ ശക്തനായ സ്ഥാനാർത്ഥി PV അൻവറിനെയാണ് LDF കളത്തിലിറക്കിയിരിക്കുന്നത്. PV അൻവറും അതേപോലെ തന്നെ ആര്യാടൻ ഷൗക്കത്തും തമ്മിലുള്ള വാശിയേറിയ ഒരു പോരാട്ടത്തിന് നിലമ്പൂർ സാക്ഷിയാകുന്നു. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ ഇരു സ്ഥാനാർത്ഥികൾക്കെതിരെ സ്വന്തം മുന്നണിയിൽ നിന്ന് തന്നെയുള്ള വിമർശനങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. ആര്യാടൻ ഷൗക്കത്തിനെതിരെ PV പ്രകാശിനെ അനുകൂലിക്കുന്ന ആളുകളും അതേപോലെ PV അൻവറിനെതിരെ LDF-ലെ തന്നെ CPM-ലെ തന്നെ ചില അണികളും രംഗത്തുണ്ട് എന്നുള്ളതും നിലമ്പൂർ മണ്ഡലത്തെ ശ്രദ്ധേയമാക്കുന്നു. ഇരു മുന്നണികളും ശക്തമായി രംഗത്ത് വരുന്നതോടൊപ്പം തന്നെ NDA-യും BJP-യും മലപ്പുറം ജില്ലയിൽ ഒരു കൈ നോക്കാൻ തന്നെയുള്ള പടപ്പുറപ്പാടിലാണ്. ഇന്ന് NDA-യുടെ ജില്ലാ പ്രചാരണ കൺവെൻഷന്റെ ഉദ്ഘാടനം മലപ്പുറത്ത് വെച്ച് നടന്നു. കേന്ദ്രമന്ത്രി രാജീവ് പ്രതാപ് റൂഡി തന്നെയാണ് ഈ കൺവെൻഷനിൽ പങ്കെടുത്തത്. കൺവെൻഷനിൽ അതിശക്തമായ പ്രചാരണ മുദ്രാവാക്യങ്ങൾ അണികളോട് ഉണർത്തുകയുണ്ടായി. കേരളത്തിൽ നിന്നും ഒരു MLA എത്തുന്നാൽ നിങ്ങൾക്കൊരു കേന്ദ്ര മന്ത്രിയെ തരാം എന്നുള്ള വാഗ്ദാനമാണ് കേന്ദ്രമന്ത്രി രാജീവ് പ്രതാപ് റൂഡി അണികളോട് മുമ്പിൽ വെച്ചത്. ഏതായിരുന്നാലും എല്ലാ മുന്നണികളും ഒരുങ്ങുന്നതോടുകൂടി മലപ്പുറം ജില്ലയിൽ വാശിയേറിയ ഒരു പോരാട്ടത്തിനുള്ള കളങ്ങളാണ് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ നിയോജക മണ്ഡലങ്ങൾ സ്ഥിതി ചെയ്യുന്ന മലപ്പുറം ജില്ലയിൽ ഏറെക്കുറെ മണ്ഡലങ്ങളിലെല്ലാം സിറ്റിംഗ് MLA-മാർ മുസ്ലിം ലീഗിന്റെ MLA-മാർ തന്നെയാണെങ്കിൽ പോലും വാശിയേറിയ പോരാട്ടം തന്നെയാണ് ഓരോ മണ്ഡലങ്ങളിലും നടക്കുന്നത് എന്നാണ് സുഹൈൽ നൽകുന്ന വിവരം. ഇനി കോഴിക്കോട്ടെ